നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 31 തീയതി, അതായത് 2025 മെയ് മാസം 14 തീയതി ബുധനാഴ്ച ദിവസവും ദ്വിതീയ തിഥിയും ആനക്കരണവും കൃഷ്ണപക്ഷവും ശിവനാമ നിത്യയോഗവും ഒത്തുചേർന്ന ദിവസം. അന്ന് രാത്രി 10:36 വ്യാഴൻ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു. ഈ സമയം 27 നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം സർവേശ്വരന്മാരുടെയും സാന്നിധ്യം നിത്യവും വ്യാഴനിലുണ്ട്. ഇതുകൊണ്ട് വ്യാഴം അനുകൂലമാകുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ്. എന്നാൽ വ്യാഴൻ വിപരീതനായാൽ സർവ്വദേവന്മാരുടെയും അനുഗ്രഹത്തിൽ കുറവ് വരുന്നതായി ആചാര്യ അഭിപ്രായമുണ്ട്. പൂർവജന്മത്തിൽ നാം ചെയ്യുന്ന ശുഭമോ അശുഭമോ ആയ കർമ്മഫലത്തെ ഈ ജന്മത്തിൽ എല്ലാ ഗ്രഹങ്ങളും നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ സൂചിപ്പിക്കുന്നു. പലരുടെയും ജാതകത്തിൽ വ്യാഴൻ അനുകൂലവും പ്രതികൂലവുമായ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അനുകൂലത്തിൽ നിൽക്കുന്ന വ്യാഴൻ ഐശ്വര്യവും ധനവർദ്ധനവും തടസ്സം കൂടാതെ എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നു. അനുകൂല ഭാവങ്ങൾ ലഗ്നം 2, 4, 5, 7, 9, 10, 11 എന്നീ ഭാവങ്ങളിൽ നീചനോ മൗഢ്യമോ ശത്രുക്ഷേത്രസ്ഥിതനോ അല്ലാതെ നിൽക്കുന്ന വ്യാഴം അനുകൂല ഫലം നൽകുന്നു. എന്നാൽ 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴം പ്രതികൂലമായ ഫലം നൽകുന്നു. ആയതിനാൽ ധനവർദ്ധനവിന് കുറവുണ്ടാകുകയും ചിലവ് കൂടുകയും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാത്ത അവസ്ഥയും എല്ലാ കാര്യത്തിനും താമസ തടസ്സം മുതലായവ ഉണ്ടാകുകയും ഫലമാകുന്നു. 3, 6, 8, 12 ഈ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴന് പല വിധേനയുള്ള യോഗങ്ങളുണ്ടായാൽ ഈ ഫലം പൂർണ്ണമായും ബാധിക്കുകയില്ല. വ്യാഴം ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, അതായത് ധനു, മീനം എന്നീ രാശികൾ വ്യാഴന് സ്വക്ഷേത്രമാണ്. ഈ രാശിയിൽ നിൽക്കുന്ന വ്യാഴനും തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴനും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ വ്യാഴന് മൗഢ്യം സംഭവിച്ചാൽ പൂർണ്ണഫലം ലഭിക്കുകയില്ല. എന്നാൽ മകരം രാശി വ്യാഴൻ്റെ നീചരാശിയാണ്. ഈ രാശിയിൽ മറ്റ് യോഗങ്ങളില്ലാതെ നിൽക്കുന്ന വ്യാഴൻ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുകയില്ല. ജ്യോതിശാസ്ത്രത്തിൽ 12 രാശിയും 9 ഗ്രഹങ്ങളുമാണ് ഉള്ളത്. ഓരോ ഗ്രഹവും ഓരോ രാശി കടക്കുവാൻ അതാത് ഗ്രഹത്തിന് വിധിച്ചിരിക്കുന്ന കാലപരിധിയുണ്ട്. എന്നാൽ വ്യാഴത്തിന് ഒരു രാശിയിൽ 1 വർഷം വീതം 12 രാശിയും കടക്കുവാൻ 12 വർഷം വേണം. അതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലമെന്ന് പറയുന്നത്. അങ്ങനെ 12 വർഷങ്ങൾക്കു ശേഷം വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മാറ്റം സംഭവിക്കുകയാണ്. എന്നാൽ ഈ വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ അനുകൂലമായി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവ ഏതൊക്കെ നക്ഷത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടവക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. ആയതിനാൽ സർവേശ്വരകാരകൻ്റെ പൂർണ്ണ അനുഗ്രഹവും ഐശ്വര്യവും ഇവർക്കുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. എഴുത്തുകാർക്ക് എഴുത്തിൽ പ്രശസ്തിയും അംഗീകാരം ലഭിക്കുകയും സംഗീതം, നൃത്തം, ചിത്രരചന, കവിതാരചന, ശില്പവിദ്യ മുതലായ മേഖലയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് പ്രശസ്തിയും അംഗീകാരവും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പൂർവിക സ്വത്തുക്കൾ ലഭിക്കുകയും മന്ത്രകാര്യങ്ങളോട് താൽപ്പര്യം കൂടുകയും ലോൺ, ചിട്ടി മുതലായവ ലഭിക്കുകയും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടം കൈവരിക്കുവാൻ രാഷ്ട്രീയക്കാർക്ക് ഭരണ മികവ് തെളിയിക്കാൻ കഴിയുകയും രാഷ്ട്രീയത്തിൽ തന്നെ പലവിധ പദവികൾ ലഭിക്കുകയും ഫലമാകുന്നു. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ, തുലാക്കൂറ്
ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം ചാരവശാൽ ഭാഗ്യസ്ഥാനത്ത് വരികയാൽ അച്ഛനിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയവുമാകുന്നു. ശത്രുക്കൾ മിത്രങ്ങളാകുകയും അനുകൂലമായി മാറുകയും അവർ തന്നെ സഹായികളായി മാറുകയും ഈ കാലഘട്ടം പലരിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ വന്നു ഭവിക്കുകയും അവ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഫലമാകുന്നു. തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം നേടുവാനും സാധിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ മുതലായവ ലഭിക്കുവാനും ഉത്തമ കാലഘട്ടമാണ്. മകം, പൂരം, ഉത്രംകാൽ, ചിങ്ങക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ വ്യാഴൻ 11 വരികയാൽ തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പളത്തിൽ വർധനവുണ്ടാകുകയും സഹോദരന്മാരിൽ നിന്നും സഹായവും ധനവർദ്ധനവും ബിസിനസ്സിൽ പുരോഗതിയും ഐശ്വര്യവും കൈവരിക്കുകയും പുത്രന്മാരുടെ വിവാഹം, തൊഴിൽ എന്നിവയ്ക്ക് അനുകൂലമായ കാലഘട്ടവുമാകുന്നു. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സ്വർണം, വെള്ളി എന്നിവയിൽ നിന്നും ലാഭമുണ്ടാകുകയും പല രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു. മൂലം, പൂരാടം, ഉത്രാടം കാൽ, ധനുക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ചാരവശാൽ 7 വ്യാഴൻ സഞ്ചരിക്കുന്ന കാലമാണ്. ആയതിനാൽ ഇവർക്ക് വിദേശവാസത്തിനും വിദേശ പഠനത്തിനും ഉത്തമമായ കാലഘട്ടമാണ്. വിവാഹം നടക്കുവാനും അനുകൂലമായ കാലമാണ്. പുതിയ പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുകയും പല പുണ്യക്ഷേത്ര ദർശനം നടത്തുകയും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുകയും ഫലമാകുന്നു. മുടങ്ങിയ പഠനം പൂർത്തിയാക്കുകയും വീടുപണിക്ക് തുടക്കം കുറിക്കുകയും പലവിധമായ ആഡംബര വസ്തുക്കൾ വാങ്ങുകയും ഈ നക്ഷത്ര ജാതകർക്ക് ചാരവശാൽ കണ്ടകശനി കാലഘട്ടം കൂടിയായതിനാൽ മാസം തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു. കുംഭക്കൂറ്, അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമായതിനാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പുതിയ വാഹനയോഗം ഉണ്ടാകുകയും ഫലമാകും. പലവിധ പദവികൾ വഹിക്കേണ്ടതായി വരികയും തൻ്റെ കഴിവിനെ മറ്റുള്ളവർ തിരിച്ചറിയുകയും ഈശ്വരവിശ്വാസം കൂടുകയും മന്ത്രതന്ത്ര കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുകയും ഫലമാകുന്നു. ചാരവശാൽ ഇവർക്ക് 7.5 ശനിയുടെ 3-ാം ഘട്ടമായതിനാൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ശിവന് മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു.